ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്കുകപ്പലിലുള്ള 17 ഇന്ത്യക്കാരെ കാണാൻ ഇന്ത്യൻ സർക്കാർ പ്രതിനിധികളെ ഉടൻ അനുവദിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമൂസ് കടലിടുക്കിൽ വെച്ചാണ് ഇസ്രായേൽ ബന്ധമുള്ള MSC ഏരീസ് എന്ന ചരക്കുകപ്പൽ ഹെലികോപ്റ്ററിൽ എത്തിയ ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്ത ഇറാൻ സമുദ്രപരിധിയിലേക്ക് കൊണ്ടുപോയത്. ഏപ്രിൽ 1-ന് സിറിയയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഇറാനിയൻ കൗൺസിലർ കെട്ടിടത്തിനുള്ളിൽ 2 ഇറാനിയൻ ജനറൽമാർ കൊല്ലപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണം. ആക്രമണത്തിനു പിന്നിൽ ഇസ്രായേലാണെന്ന് ആരോപിച്ചാണ് ചരക്കുകപ്പൽ പിടിച്ചെടുക്കുകയും ഇസ്രായേലിൽ ഇറാൻ വ്യോമാക്രമണം നടത്തുകയും ചെയ്തത്. സംഭവത്തിന് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. മേഖലയിൽ സംഘർഷത്തിന് അയവ് വരുത്തുന്നതിനു വേണ്ടിയാണ്. അതിനിടെയാണ് ചരക്കുകപ്പലിലുള്ള 17 ഇന്ത്യക്കാരെ കാണാൻ ഇന്ത്യൻ സർക്കാർ പ്രതിനിധികളെ ഉടൻ അനുവദിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചത്. മേഖലയിലെ സ്ഥിതിഗതികളിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നു. സംഘർഷത്തിന് അയവ് വരുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ തങ്ങളുടെ എംബസികൾ മുഖേന ഇന്ത്യൻ സമൂഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത രൂക്ഷമാക്കുന്നതിൽ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.